കായിക മേഖലയോടുള്ള അഭിരുചി കുട്ടികളിൽ വളർത്തുന്നതോടൊപ്പം അശ്രദ്ധ മൂലം ഒരു ജീവനും റോഡിൽ പൊരിയരുതെന്ന സന്ദേശം ജനങ്ങളിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വിസ്പാരോൺ 2024 എന്ന പേരിൽ മിനി മാരത്തോണും ഫൺ മാരത്തോണും നടത്തിയത്. 10 കിലോമീറ്റർ ദൈർഘ്യമുള്ള മിനി മാരത്തോൺ കല്ലാർകുട്ടി പാലത്തിൽ നിന്ന് ആരംഭിച്ചു. അടിമാലി സർക്കിൾ ഇൻസ്പെക്ടർ ജോസ് മാത്യു മാരത്തോൺ ഫ്ളാഗ് ഓഫ് ചെയ്തു. മിനി മാരത്തോൺ അടിമാലിയിൽ എത്തിയ ശേഷം 1.5 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഫൺ മാരത്തോണും നടന്നു. അടിമാലി സോപാനം സാംസ്കാരിക കേന്ദ്രത്തിന് സമീപത്തു നിന്ന് ആരംഭിച്ച ഫൺ മാരത്തോൺ RTO രാജീവ് KK ഫ്ളാഗ് ഓഫ് ചെയ്തു. ഇരു മാരത്തോണുകളിലുമായി 200-ലധികം പേർ പങ്കെടുത്തു. മാരത്തോണിന് ശേഷം നടന്ന സമാപന സമ്മേളനത്തിൽ അഡ്വക്കേറ്റ് A രാജ MLA മുഖ്യാതിഥിയായി. ജീവിതം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്ലോഗനോട് കൂടിയാണ് ഈ മാരത്തോൺ സംഘടിപ്പിക്കുന്നത്. നമുക്കറിയാം, ഇന്ന് നമ്മുടെ നാട്ടിൽ പലരും വൈറലാകാൻ വേണ്ടി റീൽസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. മൂന്നാറിൽ തുടർച്ചയായി വാർത്തകൾ വരുന്നു. ഇങ്ങനെ ട്രാഫിക് റൂൾസ് എല്ലാം ലംഘിച്ചുകൊണ്ട് റീൽസ് സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കിട്ടിയിരിക്കുന്ന ജീവിതം എന്ന് പറയുന്നത് ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു ജീവിതമാണ്. മാരത്തോണിലെ 1ാം സ്ഥാനക്കാർക്ക് 15,000 രൂപയും 2ാം സ്ഥാനക്കാർക്ക് 10,000 രൂപയും 3ാം സ്ഥാനക്കാർക്ക് 5,000 രൂപയുമാണ് പാരിതോഷികമായി ഒരുക്കിയിരുന്നത്. കൂടാതെ 10 വരെയുള്ള സ്ഥാനങ്ങൾക്ക് ക്യാഷ് പ്രൈസും ക്രമീകരിച്ചിരുന്നു. പൊതുസമ്മേളനത്തിൽ വിശദീപ്തി സ്കൂൾ പ്രിൻസിപ്പാൽ ഫാദർ ഡോക്ടർ രാജേഷ് ജോർജ്, ഫാദർ ഷിൻഡോ കോലത്ത് പടവിൽ, ഇടുക്കി RTO രാജീവ് KK, അടിമാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൗമ്യ അനിൽ, വൈസ് പ്രസിഡന്റ് അനസ് ഇബ്രാഹിം തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, അടിമാലി.